അങ്ങനെ നമ്മുടെ ഡെലിവറി ഡേറ്റ് ഇങ്ങ് എടുക്കാനായിട്ടുണ്ട് കേട്ടോ. മാർച്ച് 20ന് ശേഷമാണ് കേട്ടോ നമുക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക് പാക്കിങ് ഇതുവരെ ഒന്നും ആയിട്ടില്ലേ. അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഓൾറെഡി ബെഡ് ഒഴിച്ചിട്ട് ബാക്കി ബേബിയുടെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഡെറ്റോളിലൊക്കെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിയുടെ സാധനങ്ങൾ നമ്മൾ ഈ ഒരു ബാഗിലാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ബാഗാണേ. ഇതൊരു സിലിണ്ടർ ഷേപ്പിൽ വരുന്ന ബാഗാണ് കേട്ടോ. അതിന് അത്യാവശ്യം കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ ഇത്. നമുക്ക് ട്രാവൽ ബാഗൊക്കെ പോലെ എക്സ്ട്രാ നമ്മുടെ കയ്യിലൊരു ട്രാവൽ ബാഗ് ഉണ്ടെങ്കിലും നമുക്കിതൊരു ബാക്ക് പാക്ക് പോലെ ഇങ്ങനെ തോളിൽ ഷോൾഡറിലിട്ട് കൊണ്ടുപോകാം കേട്ടോ. നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പോൾ നമുക്ക് ബേബിയുടെ ഐറ്റംസൊക്കെ കാണാം. ഫസ്റ്റ് നമ്മൾ ബെഡ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ് നമ്മൾ ലുലുന്ന് മിനി ക്ലബ്ബിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മദർ കെയറിൽ കയറി നോക്കി ബെഡ്. അപ്പോൾ മദർ കെയറിൽ ഒരു 2000 എബവ് ആയിരുന്നു കേട്ടോ ബെഡ്. 3000-ന് അടുത്ത് വന്നു. അപ്പോൾ നമുക്കിപ്പോൾ ബഡ്ജറ്റ് അത്ര ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ മിനി ക്ലബ്ബിലേക്ക് പോയി. അങ്ങനെ ഇതൊരു 1000 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബെഡ്. നല്ലൊരു ബെഡാണ്. നമുക്ക് ഇങ്ങനെയും ബെഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പം എല്ലാവരും ബേബീസിനെ ക്യാരി ചെയ്യാൻ ഇതല്ലേ യൂസ് ചെയ്യണേ. ഇങ്ങനെയല്ലേ ഇപ്പോൾ എല്ലാവരും ബേബീനെ ക്യാരി ചെയ്തുകൊണ്ടാണേ. അങ്ങനെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. മിനി ക്ലബ്ബിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അങ്ങനെ ഞാനിത് സിബ്ബൊക്കെ അഴിച്ചിട്ട് തിരിച്ചതുപോലെ തന്നെ മടക്കി ആ കവറിലേക്ക് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് പൊടിയൊക്കെ പിടിച്ച് നമുക്ക് ഇനിയും കുറച്ചുകൂടി ടൈമുണ്ടല്ലോ. അപ്പോൾ പൊടിയൊക്കെ പിടിക്കുവേ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്നും കൂടെ തിരിച്ച് ആ ബാഗിലേക്ക് തന്നെ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡയപ്പറാണ് കേട്ടോ. ഇത് സൈഡിൽ സ്റ്റിക്കർ വരുന്ന ഡയപ്പറാണ്. നമ്മൾ ഈ വലിച്ചു കയറ്റുന്ന ഡയപ്പറില്ലേ, അത് ന്യൂ ബോൺ ബേബീസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലേ അവരുടെ പൊക്കിൽ കൂടി ഉണങ്ങി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈഡ് സ്റ്റിക്കറുള്ള ഡയപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒരു 24 പാഡ്സ് ഉണ്ട്. അതും മിനി ക്ലബ്ബിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു 299 399 റുപ്പീസാണ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ബേബി വൈപ്സ്. നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലൊക്കെ കുട്ടീനെ കുളിപ്പിക്കണമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് വൈപ്സ് യൂസ് ചെയ്ത് പ്യുവർ വാട്ടർ വൈപ്സാണ് കേട്ടോ. അതിനകത്ത് വേറെ ഫ്രാഗ്രൻസ് ഒന്നുമില്ല. പ്യുവർ വാട്ടർ വൈപ്സാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ 2 ടർക്കിയാണ് കേട്ടോ. ഇത് നമുക്ക് ബെഡിൽ വിരിച്ചിടാം. അപ്പുറം വശം നല്ല സോഫ്റ്റാണ്. പിന്നെ ഓയിൽ തേച്ചൊക്കെ കിടത്താനായിട്ട് നമുക്ക് ഒരു ഷീറ്റായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു സൈഡിൽ 2 യൂസ് ഉണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ ഒരു പാക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വാഷ് ചെയ്തിട്ടാൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ടർക്കിയാണ് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്വാഡിലാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കൂലേ. ഇത് ലുലുന്ന് ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിൻഡറിൽ ഹോസ്പിറ്റലിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നേ, ബേബി ഷവർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തും ഉണ്ട് ഒരു സ്വാഡിലും പിന്നെ ഡയപ്പറും സോപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമുക്ക് കെട്ടുടുപ്പുകളില്ല. അതൊരു 3-4 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ലുലുന്ന് ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഒരു 60 to 72 റുപ്പീസിനൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരുപാട് എടുക്കാനായിട്ടൊക്കെ തോന്നി. പക്ഷേ ഇല്ല, നമ്മളൊരു 3-4 എണ്ണം മാത്രമേ തൽക്കാലം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഡ്രസ്സുകളും കൂടെ നമ്മൾ ബാക്ക് പാക്കിൽ വെക്കില്ല കേട്ടോ. ഈ കാണിച്ച എല്ലാ ഐറ്റംസും നമ്മൾ ബാക്ക് പാക്കിൽ വെക്കില്ല. കുറച്ച് ഐറ്റംസ് മാത്രം വെക്കുള്ളൂ. അത്യാവശ്യം ഹോസ്പിറ്റലിലേക്ക് വേണ്ട, അതായത് നമ്മൾ നോർമൽ ഡെലിവറിക്ക് ഒരു 3 days ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ 4 ഡ്രസ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വൈറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് മാത്രമേ ബാക്ക് പാക്കിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇനി വാങ്ങിയിട്ടുള്ളത് ക്ലോത്ത് ഡയപ്പറൊക്കെയാണ്.
പിന്നെ ഈ ക്ലോത്ത് ഡയപ്പറൊന്നും നമ്മൾ ബാക്ക് പാക്കിൽ വെക്കില്ല കേട്ടോ. നമ്മൾ തുണിയൊന്നും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യണില്ല, ഡയപ്പർ മാത്രമേ വെച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഈ ക്ലോത്ത് ഡയപ്പർ നമുക്ക് ഒരു ബേബി ഷവർ പ്രോഗ്രാമിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ വൈറ്റ് തുണികളിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ ക്ലോത്ത് ഡയപ്പറിൻ്റെ ഉള്ളിലായിട്ട് വച്ചു കൊടുക്കാനായിട്ട് കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ വൈറ്റ് കോട്ടൺ തുണികളില്ല, അതിങ്ങനെ മുറിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് ഡെറ്റോളിലൊക്കെ മുക്കിയെടുത്തിട്ടുള്ള തുണികളാണ് കേട്ടോ. ഇതും നമ്മൾ ബാക്ക് പാക്കിൽ വെക്കില്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ ക്ലോത്ത് ഡയപ്പറുകൾ, അപ്പോൾ ഇതിനകത്ത് ആ വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ വച്ചു കൊടുക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കണേ. അങ്ങനെ ഈ സംഭവം ഇതും നമ്മൾ മിനി ക്ലബ്ബിൽ നിന്ന് ഒരു 3 വരുന്ന ഒരു പാക്കായിട്ട് വാങ്ങിച്ചേക്കണതാണേ. പിന്നെ ഈ ഒരു വൈറ്റ് കോട്ടൺ, ഇതും ഒരു സ്വാഡിലാണ് കേട്ടോ. ഇത് നമുക്ക് ബേബി ഷവർ പ്രോഗ്രാമിന് ഗിഫ്റ്റിൽ കിട്ടിയ സ്വാഡിലാണ്. നല്ല സ്വാഡിലാണ് കേട്ടോ, കോട്ടൺ വൈറ്റ് കളറിലുള്ള ഒരു സ്വാഡിലാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ബാക്ക് പാക്കിൽ വെക്കണില്ല. പിന്നെ കുട്ടിക്ക് നമ്മൾ ലോഷനും ഓയിൽ അതൊന്നും ഇപ്പോൾ വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊരു 10 days ഒന്നും ബേബീസിന് ലോഷൻ ഓയിൽ അതൊന്നും യൂസ് ചെയ്യാത്തതാണ് കേട്ടോ നല്ലത്. പിന്നെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ സെറ്റാഫിലിൻ്റെ സോപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. സെറ്റാഫിലിൻ്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ നല്ലതാണ്, ഡ്രൈ സ്കിന്നിന് ബെസ്റ്റായിട്ടുള്ളതാണ് കേട്ടോ ഈ സെറ്റാഫിലിൻ്റെ സോപ്പ് ലോഷൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ബാക്ക് പാക്കിൽ വെക്കേണ്ട കാര്യങ്ങൾ മാത്രം, ഡയപ്പർ, വൈപ്സ്, പിന്നെ സ്വാഡിൽ, പിന്നെ നമ്മൾ ബെഡ് എടുക്കണുണ്ട്, അങ്ങനെ അത്യാവശ്യം വേണ്ടത് മാത്രം അതിനകത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ബേബിയുടെ ബാഗ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ബാഗ് നമുക്ക് റെഡിയാക്കാനുണ്ട് കേട്ടോ. അത് പിന്നെ അധികം പണിയൊന്നുമില്ല, അധികം സാധനങ്ങളൊന്നും നമുക്ക് വയ്ക്കാനില്ലല്ലോ. കാരണം നോർമൽ ഡെലിവറിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2-3 ദിവസത്തെ സ്റ്റേ ഒക്കെ അല്ലേ വരുന്നുള്ളൂ. പിന്നെ ബൈസ്റ്റാൻഡറിൻ്റെ ആ ഒരു ടൈമിലാവുമ്പോൾ മാത്രം എടുത്ത് വെക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിയിലേക്കാണ് കേട്ടോ എൻ്റെത് വെക്കണം. പിന്നെ ഇത്രയും വലിയൊരു പെട്ടിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഫാദർജി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ 2 കോട്ടൺ ഓപ്പൺ മാക്സിയിലെ ഫീഡിങ് നൈറ്റി അതെടുത്തിട്ടുണ്ടായിരുന്നു. അത് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഏകദേശം ഒരു 399 റുപ്പീസിൻ്റെ മാക്സിയാണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു 2 എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് 2-3 എൻ്റെ കയ്യിലുണ്ട്, ബാക്കി ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഒന്നും കൂടെ ഇഷ്ടം. ഇതൊരു ചുങ്കിരി അങ്ങനെ എന്തോ പറയില്ല നമ്മൾ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 നമ്മളെടുത്തു. പിന്നെ നമ്മൾ ഫീഡിങ് ബ്രായും പാൻറ്റീസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാൻറ്റീസിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ. പിന്നെ അണ്ടർ സ്കേർട്ട് 1 എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മുടെ പാഡ്, അപ്പോൾ അതും വാങ്ങി. പിന്നെ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ നമുക്ക് തോർത്ത് വെക്കണമല്ലോ, അത് ഇതിനകത്ത് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതും വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സാധനങ്ങളായിട്ട് വെക്കാനുള്ളത് കേട്ടോ. പിന്നെ നമുക്കിനി സോപ്പ് കാര്യങ്ങൾ, എണ്ണ, ചീപ്പ് അങ്ങനത്തതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.